നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികളും അധ്യാപകരും രക്ഷിതാക്കളും അഭ്യസിച്ച പാഞ്ചാരി മേളം അരങ്ങേറ്റം സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ ഉദ്ഘാടനം ചെയ്തു. നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മഴവിൽ കലാ കൂട്ടായ്മയുടെ 15ാം വാർഷികത്തിന്റെ ഭാഗമായി മഴവിൽ മേളം എന്ന പേരിൽ പാഞ്ചാരി മേളത്തിൽ അരങ്ങേറ്റം സംഘടിപ്പിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾക്കൊപ്പം 70ഓളം പേരാണ് അരങ്ങേറ്റത്തിനെത്തിയത്. സ്കൂൾ അങ്കണത്തിലായിരുന്നു സംഘടിപ്പിച്ചത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജില്ലയിലെ മികച്ച വിദ്യാലയമാണ്. കുട്ടികൾക്ക് മികവുറ്റ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നും മുൻപന്തിയിലാണ്. പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും വളരെയധികം പ്രാധാന്യം നൽകുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ മഴവിൽ കലാ കൂട്ടായ്മ രൂപീകരിച്ചിട്ട് 15 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. കുട്ടികളുടെ വിവിധങ്ങളായ കഴിവുകൾ കണ്ടെത്തി അവയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മ ഈ സ്കൂളിൽ രൂപീകരിച്ചത്. തീർച്ചയായിട്ടും കോഴിക്കോട് ജില്ലയ്ക്ക്, നമ്മുടെ കേരളത്തിന് തന്നെ മാതൃകയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. ഈ കലാകൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്ത, ഈ ആശയത്തെ മുൻനിർത്തി അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത, ഇത് പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇന്ന് ഈ സന്ധ്യാനേരത്ത് ഇവിടെ മഴവിൽ മേളം നടക്കുകയാണ്. നങ്ങ്യാർകൂത്ത നാടക ശില്പശാലയും ചെണ്ടമേളത്തിന്റെ അരങ്ങേറ്റമാണ്. കുറെ മാസങ്ങളായി വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും അധ്യാപകരും ചെണ്ടമേളത്തിന് വേണ്ടി അതിന്റെ അരങ്ങേറ്റം നടത്തുന്നതിന് വേണ്ടി അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു. തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജ മുരളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ മുഖ്യാതിഥിയായി. ബാലുശ്ശേരി, നടുവണ്ണൂർ, പേരാമ്പ്ര, കുറ്റ്യാടി പ്രദേശങ്ങളല്ല, എന്നെ സംബന്ധിച്ച് മട്ടന്നൂരിനേക്കാളും പരിചയമുള്ള പ്രദേശങ്ങളാണ്. ഒരു കലാകാരൻ കൂടിയാണ് ഞാൻ. കാരണം കേരളത്തിൽ ഈ പറഞ്ഞ 14 ജില്ലകളിലും എല്ലാ സ്ഥലങ്ങളിലും എത്തി എന്താണ് കേരളത്തിൻ്റെ ശബ്ദം, ചെണ്ട എന്ന വിഷയം, അത് മേളമായാലും തായമ്പകയായാലും അതോടൊപ്പം തന്നെ ഒരു അന്വേഷണ വിഷയമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന ഒരു വിഷയം, ഈ നമ്മുടേതായ ഈ ഉപകരണം മറ്റുള്ള ഉപകരണങ്ങളോട് എങ്ങനെ ചേർക്കാം എന്ന ഒരു കാഴ്ചപ്പാട്, അത് അന്നും ഇന്നും ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കുന്ന വിഷയമാണ്. SCRT ഡയറക്ടർ ഡോക്ടർ RK ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. ഹെഡ് മാസ്റ്റർ K നിഷിത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ റീമ കുന്നുമ്മൽ അനുമോദനം നടത്തി.
പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫാത്തിമ ഷാനവാസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുജ, PTA പ്രസിഡന്റ് സത്യൻ കുളിയാപ്പൊയിൽ, SMC ചെയർമാൻ ഇ വിനോദ്, DDE കോഴിക്കോട് ടി അസീസ് മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു കുട്ടിക്കണ്ടി, ലീല ഭഗവതി കണ്ടി, മുൻ ഹെഡ് മാസ്റ്റർ NM മൂസക്കോയ, ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് പി ഷീന, ബാലചന്ദ്രൻ പാറച്ചോട്ടിൽ, ഇ അച്യുതൻ മാസ്റ്റർ, സ്റ്റാഫ് സെക്രട്ടറി PK സന്ധ്യ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രിൻസിപ്പാൾ EK ഷാമിനി സ്വാഗതവും PK ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.